Good afternoon, all. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. തുടങ്ങാം നമുക്ക്. നമ്മള് എത്തിക്കൽ ആയിട്ട് ലീഗൽ ഇഷ്യൂസ് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ കുറെ പാണി ഇതൊക്കെ പഠിച്ചെടുത്തു ഇല്ലേ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവരും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തില്ലേ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തില്ലേ? Yes, ma'am. ഓക്കെ. അപ്പൊ നമ്മൾ അത് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ കുറച്ച് പാടായിരുന്നു. എത്തിക്കൽ എന്നൊക്കെ പറയുമ്പോ ആത്മീയമായി ധാർമ്മികമായി എന്നൊക്കെ പറയുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അത് നമ്മൾ കടന്നുപോയി. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് why it is necessary for hospital. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണത് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്തത് ഉണ്ടല്ല? ഓക്കെ. അപ്പൊ നമ്മൾ ഇതില് എടുത്തത് why it is necessary for hospitals and medical administrators to be aware of ethical and legal aspects of hospital administration. എന്ന് വെച്ചാൽ എന്താ? ഈ ഹോസ്പിറ്റൽ ഒരു മിനിറ്റ് ഇട്ടാ ഒന്ന് വായിച്ചു നോക്കൂ. ഒരു മിനിറ്റ്. ഓക്കെ. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഹോസ്പിറ്റലും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനുമാരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ അതിന്റെ ആവശ്യം ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റലില് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഈ ധാർമ്മിക വശങ്ങളും നിയമവശങ്ങളും എത്തിക്സും ഈ ലീഗൽ ആസ്പെക്ട്സിന്റെ അതിന്റെ വശങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? വൈ ഇറ്റ് ഈസ്. നമ്മളോട് ചോദിക്കുക. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിക്സും വേണം, ലീഗൽ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അത് എന്തിനാണ് ഇത് ഹോസ്പിറ്റലിൽ വേണ്ടത്? എന്ത് കാര്യത്തിനാണ് എന്ന് നമ്മളോട് ചോദിക്കുക. എന്തിനാണ് ഇതിന്റെ ആവശ്യം ഈ ഹോസ്പിറ്റലിൽ വേണ്ടത്? അതിന് കുറച്ച് റീസൺസ്, ഒരു 6 കാരണങ്ങള് താഴെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. എന്താ പറഞ്ഞേ? ഫസ്റ്റ് പറഞ്ഞത് മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട്. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡന്റില് കൊലപാതകം, സൂയിസൈഡ്, ഹോമിസൈഡ് നമുക്കത് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസിൽ നമ്മൾ പറയും ഇതൊക്കെ എന്താണ്. അപ്പൊ അങ്ങനത്തെ കേസുകള്, ആ കേസുകളുടെ എണ്ണം ഒരുപാട് അങ്ങനത്തെ കേസുകൾ കൂടുന്നത് കൊണ്ടാണ് ഹോസ്പിറ്റലില് എത്തിക്സിനും ലീഗൽ ആസ്പെക്ട്സിനും ഇമ്പോർട്ടന്റ് വന്നത്, അതിന്റെ ആവശ്യം വന്നത്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ റീസൺ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. സെക്കൻഡ് എന്താ? മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. എന്ന് വെച്ചാൽ എന്താ? സിവില് അല്ലെങ്കിൽ ക്രിമിനൽ കേസ് അങ്ങനത്തെ നിയമപരികള് പരമാവധി കുറയ്ക്കാൻ. ഇങ്ങനെ കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ആൾക്കാർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും. ഓക്കെ. ഇതിനൊരു ലീഗൽ വശമുണ്ട്, ഇതിനൊരു ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, ഇതിനെന്തെങ്കിലും ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ അവർക്ക് തെറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത കുറയും. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്. ചെറിയ കുറ്റായാലും ക്രിമിനൽ ആയാലും അതിനൊക്കെ ലീഗൽ, അതിന്റെ നിയമ നടപടികള്, പ്രൊസീഡിങ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്താവും? നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ലല്ല. അതാ പറഞ്ഞ അതിന്റെ നിയമപടികൾ കുറയാൻ പരമാവധി ഇത് കുറയ്ക്കാൻ പറ്റും.
എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. നല്ല മെഡിക്കൽ കെയർ ഉറപ്പാക്കാൻ പറ്റും. ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താ? ക്വാളിറ്റി എന്ന് വെച്ചാൽ ഗുണനിലവാരം. തോന്നിയ പോലെ ഒരു പേഷ്യന്റിനെ പരിചരിക്കാൻ പറ്റില്ല. ഒരു പേഷ്യന്റിനെ ആ പേഷ്യന്റിനെ കറക്റ്റ് നോക്കി നല്ല രീതിയിൽ പരിചരിക്കാൻ പറ്റും. അവർക്ക് പേടിയുണ്ടാവും. അല്ലെങ്കിൽ തോന്നിയ പോലെ പേഷ്യന്റിന് തോന്നിയ മരുന്ന് എടുത്തു കൊടുത്ത് ഒരു കൺട്രോൾ ഇല്ലാണ്ട് ചെയ്താൽ പറ്റുമോ? പറ്റില്ല. കാരണം എന്തെങ്കിലും വന്നുപോയാ ഇവിടെ കേസ് വരും. എത്തിക്സ് ഉണ്ട്, അതിന് ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. ഈ ഹോസ്പിറ്റലില് നല്ല മെഡിക്കൽ കെയർ ഉറപ്പ് കൊടുക്കുന്നത്, ക്വാളിറ്റി ഉള്ള മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. നാലാമത്തെ പോയിന്റ് എന്താ? In India, lawyers are very little trained as yet, and exposure in the complex issues associated with the medical cases. എന്താ? ഇന്ത്യയില് ഒരുപാട് അഡ്വക്കേറ്റുമാരുണ്ട്, പക്ഷെ അവരൊന്നും വെൽ ട്രെയിനഡ് അല്ല. നല്ല ട്രെയിനഡ് ആയ അഡ്വക്കേറ്റുമാരല്ല. അവർക്ക് നല്ല രീതിയിൽ പരിശീലനം കിട്ടിയിട്ടില്ല. എന്നാലും കൂടാതെ എന്താ, ഈ മെഡിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ഈ സങ്കീർണ പ്രശ്നങ്ങൾ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ മെഡിക്കൽ കേസ് ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും ഇല്ലേ? കൊലപാതകമാണെങ്കിൽ ഹോമിസൈഡ്, സൂയിസൈഡ്, അവരെന്ത് ഇത് വന്നാലും അവിടെ എന്തുണ്ടാവും? പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലാം എക്സ്പ്ലോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് മെഡിക്കൽ കേസസ്. മെഡിക്കൽ കേസസിന്റെ കാര്യത്തിൽ ഇതെല്ലാം തുറന്നു കാട്ടാൻ പറ്റും പുറത്തേക്ക്. ഓക്കെ, പണ്ടത്തെ പോലെയാണോ? ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായാൽ മീഡിയക്കാരും പത്രക്കാരും എത്ര ദിവസമാണ് അതിനെ വലിച്ചു നീട്ടി അറിയണത്? നമ്മള് എത്ര ഇതാണെങ്കിലും നമ്മൾ അറിയാത്തതില്ല, നമ്മൾ അറിയും അല്ലെ? പത്രക്കാരും മീഡിയക്കാരൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ അതറിയും. പണ്ട് അങ്ങനെയാണോ? ഒരു കുഞ്ഞു കൊലപാതകം നടന്നാലും ഒരു വലിയ കൊലപാതകം നടന്നാലും നമ്മൾ അറിയില്ല. നമ്മളറിയോ? ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഇതെല്ലാം അറിയാനും നമ്മൾ എത്തിച്ചു തരാൻ മീഡിയ. അപ്പൊ അതുപോലെ തന്നെ ലോയേഴ്സ്, അവിടുത്തെ വക്കീലന്മാർക്ക് വലിയ എക്സ്പേർട്ട് ഒന്നും ആയിരിക്കില്ല. എന്നാലും ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് തുറന്ന് കാണിക്കാനായിട്ട്, ആ ഒരു മെഡിക്കൽ കേസിന്റെ കാര്യത്തില് തുറന്ന് സങ്കീർണതകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിനൊക്കെ പറ്റൂ. അതെന്തുകൊണ്ടാ? ഈ ഹോസ്പിറ്റലില് എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഉള്ളത് കൊണ്ട് മാത്രം. അതില്ലെങ്കിൽ ഉണ്ടാ? ഇല്ല. അപ്പൊ അതിനും അവിടെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അഞ്ചാമത് പറഞ്ഞത്, ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം സില്ലി ലിറ്റിഗേഷൻ. എന്താ പറഞ്ഞേ? ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ, കറക്റ്റ് ലെവലില് ശരിയായ കാര്യങ്ങൾ ചെയ്യാനോ നിസ്സാര പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനും, ചെറിയ എന്തെങ്കിലും പ്രവർത്തനം അതിൽ നിന്ന് ദംസെൽസ് സ്വയം രക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനോ ഫ്രം സില്ലി ലിറ്റിഗേഷൻ. സില്ലി ലിറ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ലിറ്റിഗേഷൻ എന്താ? ലിറ്റിഗേഷൻ എന്ന് വെച്ചാ വ്യവഹാരങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ സ്വയം അവർക്ക് പരിരക്ഷിക്കാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും. അതാ പറഞ്ഞേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസിൽ, ആർക്കാ? മെഡിക്കൽ പ്രൊഫഷണൽസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ എത്തിക്സ് ഉണ്ട്. അവർക്ക് അതിന്റെ കാര്യങ്ങള്, ആ പ്രൊഫഷണലായ കാര്യങ്ങള് കേസിൽ ബാധിക്കാൻ പറ്റും. അപ്പൊ മെഡിക്കൽ ലീഗൽ അവിടെ എന്താ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഫഷണൽസിന്, മെഡിക്കൽ പ്രൊഫഷന് ടു റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ്. സ്വയം തന്നെ ഈ ചെറിയ ചെറിയ എന്തെങ്കിലും നിസ്സാരമായ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ തന്നെ അവർക്ക് അതിൽ നിന്ന് മെഡിക്കൽ പ്രൊഫഷണൽസിന് ഹെൽപ്പ്, സഹായമാകും. ഈ എത്തിക്സും ഇതേതാ? ലീഗൽ ആസ്പെക്ട്സും അതിന് സഹായിക്കും. അതാണ് അവിടെ പറഞ്ഞത്. ശരിയായ കാര്യങ്ങൾ ചെയ്യാനും, ഒന്നുകൂടി പറയാ, അഞ്ചാമത്തെ പോയിന്റ് എന്താ? ശരിയായ കാര്യങ്ങൾ ചെയ്യാനും നിസാര പ്രവർത്തനങ്ങൾക്ക്, സില്ലി ലിറ്റിഗേഷൻ, നിസാര പ്രവർത്തനങ്ങൾക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ, പരിരക്ഷിക്കാനും നമ്മൾക്ക് ഈ മെഡിക്കൽ പ്രൊഫഷണലുകളെ സഹായിക്കും. ആര് സഹായിക്കും? ഈ എത്തിക്സും ലീഗൽ ആസ്പെക്ട്സും. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ആറാമത്തെ പോയിന്റ്, increasing awareness among the public about the duties and commitment of medical practitioners and of hospital. എന്താ? ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ പ്രാക്ടീഷന്മാര് എന്നുവെച്ചാ
ഡോക്ടേഴ്സ് പെടും. അങ്ങനെയുള്ളവര് അവരുടെ കടമകളെ കുറിച്ചും പ്രതിബന്ധങ്ങളെ കുറിച്ചും പൊതുജനങ്ങളിൽ പബ്ലിക്കിന് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അവബോധം വർദ്ധിപ്പിക്കുക. അതിന് നമുക്ക് എന്ത് സഹായിക്കും? ഈ എത്തിക്സ് സഹായിക്കും. അതാണ് ഇൻക്രീസിങ് അവയർനെസ് എമംഗ്. ഇൻക്രീസിംഗ് എന്ന് വെച്ചാൽ കൂട്ടുക, വർദ്ധിപ്പിക്കണം. അവയർനെസ്, അവബോധം വർദ്ധിപ്പിക്കണം. ആരുടെ ഇടയില? പബ്ലിക്കിന്റെ ഇടയില്. ആരുടെ ഇടയില്? ജനങ്ങളുടെ ഇടയില്. എന്തിനെ കുറിച്ചാ? ദ ഡ്യൂട്ടീസ് ആൻഡ് കമ്മിറ്റ്മെന്റ്. അവരുടെ ഡ്യൂട്ടി എന്താണ്? അവർക്ക് കമ്മിറ്റ്മെന്റ് എന്താണ്? മെഡിക്കൽ പ്രാക്ടീഷനെ കുറിച്ചും ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ഈ എത്തിക്സ് സഹായിക്കും. ഓക്കെ, അപ്പൊ 5-6 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നൊടുങ്ങി പറയാ, റീസൺസ്. നമ്മുടെ ഹോസ്പിറ്റലില് എത്തിക്സ് ലീഗൽ ആസ്പെക്ട്സിന്റെയും ആവശ്യം എന്താണ്? അതിന്റെ 6 കാരണങ്ങളില് ഒന്നാമത്തെ, മെഡിക്കോ ലീഗൽ കേസുകള് കൂട്ടാം, ഒരുപാട് കൂടുന്നു, അതുകൊണ്ട്. രണ്ടാമത്, സിവിലും ക്രിമിനൽ കേസിന്റെ നടപടിക്രമങ്ങൾ അറിയാൻ. പിന്നെ നല്ല മെഡിക്കൽ കെയറിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ, ക്വാളിറ്റി ഉറപ്പുവരുത്താൻ. നാലാമത്തെ പോയിന്റ് എന്താ? വക്കീലന്മാര് വെൽ ട്രെയിൻഡ് അല്ലെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് മെഡിക്കൽ കേസസ് ആൻഡ് എക്സ്പ്ലോർ, ഇതൊക്കെ ഈ സങ്കീർണങ്ങൾ, ഈ പ്രശ്നങ്ങള് തുറന്ന് കാട്ടാൻ പറ്റും. ഓക്കെ, പിന്നെന്താ? മെഡിക്കൽ പ്രൊഫഷണൽസ് അവരെ ചെറിയ കാര്യങ്ങൾ ശരിയായ രീതിയിൽ, ശരിയായ എന്ത് കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ചെയ്യാനോ നിസ്സാര പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് സ്വയം പരിരക്ഷപ്പെടാനോ നമ്മൾക്ക് ഈ മെഡിക്കൽ മെഡിക്കൽ എത്തിക്സ് ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഹെൽപ്പ് ചെയ്യും. ആറാമത്തെ പോയിന്റ് എന്താ? ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടി എന്താണ്? മെഡിക്കൽ പ്രാക്ടീഷണർമാർ അവിടെ എന്താ ചെയ്യണേ? അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് തുറന്നു കാട്ടാനായിട്ട് പറ്റും. അതാണ് ആറാമത്തെ പോയിന്റ്. ഓക്കെയാണോ? ഈ 6 പോയിന്റും ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ. ഓക്കെ 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 ഇനി നമ്മള് ഓക്കെ മൊത്തം മഞ്ഞെത്താം, മഞ്ഞ കത്ത മൊത്തം. ഓക്കെ, നെക്സ്റ്റ് നമ്മള് മെഡിക്കോ ലീഗൽ കേസ്. നമ്മൾ പറഞ്ഞു 6 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഇടയിൽ മെഡിക്കോ ലീഗൽ കേസ് എന്താണെന്ന് ആർക്കും അറിഞ്ഞില്ല. എന്താണ് ഈ മെഡിക്കോ ലീഗൽ കേസ്? അതെന്താണെന്ന് നോക്കാം. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് കേസുകൾ വന്നത്. കേസുകൾ എന്ന് പറഞ്ഞു നമ്മൾ ഹോമിസൈഡ്, സൂയിസൈഡ് അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഏറ്റെടുത്തു. ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്ത് കേസ് കത്തിക്കുത്തൊക്കെ വന്നാലും അവസാനം ഇത് പോണത് എവിടക്കായിട്ട് പോവാ? ഹോസ്പിറ്റലിലോട്ട്, അല്ലേ? ഒരിത്തിരി ജീവനെങ്കിലും രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മരിച്ചതായാലും നമ്മള് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് കൊണ്ടു കഴിഞ്ഞാൽ ഇത് വരാൻ പെടുന്ന പാട്, പിന്നെ കേസായി, ചിലപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യലായി, ചിലപ്പോ മരിച്ചത് വീട്ടിൽ നിന്നായിരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പത്തിനും അവര് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത് പിന്നെ നമുക്ക് ആ ബോഡി വിട്ട് കിട്ടണത് എപ്പോഴാ? ഒരു ദിവസം, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവിടെ കേസ് വരും. അതാണ് മെഡിക്കോ ലീഗൽ കേസ്. ഇൻ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനെസ് where the attending doctor, after talking the history of illness and clinical investigation, considers that investigations by law of enforcing agencies are warranted to find out circumstances and fix responsibility regarding the same. ഒരു സെന്റൻസ് തീരാൻ എന്തോരം ഉണ്ടല്ലേ? ഓക്കെ, മെഡിക്കോ ലീഗൽ കേസ് എന്താ പറയണേ? ഒരു രോഗം ഒരു പേഷ്യന്റിന് കണ്ടുപിടിച്ചാൽ, ഇൻ കേസ് ഓഫ് ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ്, ഒരു കേസില് ഒരു മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം അത് അറ്റൻഡിങ് ദ ഡോക്ടർ, ആ ഒരു ഡോക്ടർ കണ്ടുപിടിച്ച് ഉണ്ടെങ്കിൽ, ടേക്കിംഗ് ദ ഹിസ്റ്ററി ഓഫ് ഇൽനെസ്, ആ പേഷ്യന്റിന്റെ അസുഖത്തിന്റെ ഫുൾ ഹിസ്റ്ററി. പിന്നെന്താ? ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും ലാബിൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ്, കൺസിഡർ ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ്. ബൈ ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ്, അത് നമ്മൾ എന്ത് ചെയ്യണം? എൻഫോഴ്സിംഗ് ഏജൻസിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട
ഒരു ഏജൻസിക്ക് വാറന്റഡ് ടു ഫൈൻഡ് ഔട്ട് സർക്കംസ്റ്റൻസ് ആൻഡ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി റിഗാർഡിംഗ് ദ സെയിം. ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി അവർക്ക് നമ്മൾ അത് എന്ത് ചെയ്യണം? വാറന്റഡ് കൈമാറണം. അവർക്ക് നമ്മള് അത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എൻഫോഴ്സിംഗ് നിയമം നിർവഹിക്കണ ആ ഒരു ഏജൻസിക്ക് നമ്മൾ ഈ കൊടുത്തേക്കണ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അവരുടെ അന്വേഷണങ്ങള് ഉറപ്പുവരുത്താൻ നമ്മൾ അവർക്ക് കൊടുത്ത് എന്ന് നമ്മൾ അത് ഉറപ്പുവരുത്തണം. ഉത്തരവാദിത്തം ആരാണ്? അതിന്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതാണ് മെഡിക്കോ ലീഗൽ കേസ്. മെഡിക്കോ ലീഗൽ കേസ് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിനെ നോക്കുന്ന ഡോക്ടർക്ക് ഉത്തരവാദിത്തം എന്താ? പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, കൺസിഡേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം? വാറന്റഡ് ടു ഫൈൻഡ് ഔട്ട്, അതിനെ അവകാശപ്പെട്ട ചുമതലപ്പെട്ടവർക്ക് കൈമാറണം എന്നുള്ളതാണ് മെഡിക്കോ ലീഗൽ കേസസിൽ പറയുന്നത്. ഓക്കെ, ഇനി മെഡിക്കോ ലീഗൽ കേസിൽ എക്സാമ്പിൾ പറയണ എന്തെല്ലാം എക്സാമ്പിൾ ആണ് മെഡിക്കോ ലീഗൽ കേസിൽ പറയണത്? എന്തൊക്കെ എക്സാമ്പിൾ ആ മെഡിക്കോ ലീഗൽ കേസിൽ പറയണേ? ഫസ്റ്റ് പറയണത് RTA. RTA എന്ന് പറയണത് എന്താ? റോഡ് ട്രാഫിക് ആക്സിഡന്റ്. RTA എന്ന് പറയണത് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് RTA എന്ന് പറയണത്. മെഡിക്കോ ലീഗൽ കേസ് എന്തിലൊക്കെ വരും എന്നാണ് നമ്മൾ ഇതിൽ പറയണേ. എന്തെല്ലാം കേസ് വന്നാ മെഡിക്കോ ലീഗൽ കേസ് ഉണ്ടാവുക? ഒന്നാമത്തെ RTO റോഡ് ട്രാഫിക് ആക്സിഡന്റ് വന്നാലും, റെയിൽ ആക്സിഡന്റ്. റെയിൽ എന്താ? നമ്മുടെ എയർപോർട്ടിൽ റെയിൽ എന്ന് വെച്ചാൽ ട്രെയിൻ, ആ ട്രെയിൻ പാളത്തിന്റെ ആ റെയിൽസ്, അവിടെ ആക്സിഡന്റ് വരും. ചിലവര് ആത്മഹത്യക്കൊക്കെ പോണത് എന്താ? റെയിൽ പാളത്തിൽ കൂടി നടന്നു പോകും അല്ലെ? ചിലപ്പോ അതിന് വട്ടം കിടക്കും. അപ്പൊ അങ്ങനെ റെയിൽ ആക്സിഡന്റ് ഉണ്ടാവും. പിന്നെ ഫാക്ടറി ആക്സിഡന്റ്സ്. ഫാക്ടറി ആക്സിഡന്റ്സ് എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും കമ്പനി ഫാക്ടറി ഒക്കെ ഉണ്ടാവും, അവിടെ അറിയാണ്ട് ആക്സിഡന്റ് വരും. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഇനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രേഞ്ച് അപരിചിതമായ മറ്റേതെങ്കിലും വിചിത്രമായ അപകടം. RTA, റെയിൽ ആക്സിഡന്റ്, ഫാക്ടറി ആക്സിഡന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിചിത്രമായ ആക്സിഡന്റ് ഉണ്ടായാലും മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്യാം. രണ്ടാമത് സസ്പെക്ടഡ് ഹോമിസൈഡ് ആൻഡ് സൂയിസൈഡ്. കൊലപാതകം അല്ലെങ്കിൽ സൂയിസൈഡ്, കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ, ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലും നമുക്ക് മെഡിക്കോ ലീഗൽ കേസ്. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ എന്താ പറഞ്ഞേ? മെഡിക്കോ ലീഗൽ കേസില് രണ്ടാമത് പറഞ്ഞത് ഹോമിസൈഡും സൂയിസൈഡും. ഹോമിസൈഡും സൂയിസൈഡും എന്ന് വെച്ചാൽ എന്താ? സംശയാസ്പദമായ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകൾ. കൊലപാതകം വന്നാലും ആത്മഹത്യ വന്നാലും എന്തുണ്ടാവും? സംശയാസ്പദമായ കൊലപാതകമാണെങ്കിലും ആത്മഹത്യ ആയാലും മെഡിക്കോ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? മൂന്നാമത് പറഞ്ഞത് സസ്പെക്ടഡ് എവിഡന്റ് പോയിസണിങ്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ. എന്താ? സംശയിക്കപ്പെടുന്ന വിഷബാധ, എന്തെങ്കിലും വിഷബാധ ഉണ്ടെങ്കിൽ അല്ലെ? ആത്മഹത്യക്ക് ശ്രമിക്കുന്ന വല്ല വിഷം കഴിച്ചു കുടിച്ച്, അങ്ങനെ ചിലപ്പോ തന്നെ കുടിച്ചതായിരിക്കാം, ചിലപ്പോ ആരെങ്കിലും കുടിപ്പിച്ചതാവാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിസണ്. പിന്നെ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, മദ്യം കഴിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇല്ലേ? മദ്യത്തില് വിഷങ്ങൾ അങ്ങനെ മരിച്ച്, അതിനൊക്കെ നമുക്ക് മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ബേൺ ഇഞ്ചുറീസ് ഓയിങ് ടു എനി കോസ് ഇലക്ട്രോക്യൂഷൻ. എന്താ പറഞ്ഞേ? ബേൺ ഇഞ്ചുറി, മേല് പൊള്ളല്, എന്തെങ്കിലും പൊള്ളലേറ്റാല്, പരിക്ക്, പിന്നെ വൈദ്യുതാഘാതം പോയാൽ, എന്തെങ്കിലും എർത്ത് ഷോക്ക് അടിച്ച് മരിച്ചു, അപ്പൊ അതും മെഡിക്കോ ലീഗൽ കേസിൽ ഇലക്ട്രോക്യൂഷൻ എന്താ? ഷോക്ക് അടിക്കുക അല്ലെ? എന്തെങ്കിലും വൈദ്യുതാഘാതമേറ്റ് ലൈൻ കമ്പിയൊക്കെ വെള്ളം പൊട്ടിക്കിടക്കണുണ്ടെങ്കിൽ, വെള്ളത്തിൽ കൂടിയൊക്കെ പോണ സമയത്ത്, കുട്ടികൾ മഴ പെയ്യണ സമയത്ത് എപ്പോഴും മഴക്കാലത്ത് ഉണ്ടാവില്ലേ
പറമ്പിലൊക്കെ ലൈൻ കമ്പി വീണ അപ്പൊ അങ്ങനെ ഷോക്കേറ്റ് മരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസ് വന്നാലും ഇഞ്ചുറി വന്നാലും ബേൺ ഇഞ്ചുറി പൊള്ളലേറ്റ് അതിനൊക്കെ വന്നാലും മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഫിസിക്കൽ അസാൾട്ട് കേസസ്, ശാരീരിക ആക്രമണ കേസുകൾ, ഭാര്യയും ഭർത്താവും തല്ലു വിളിച്ചിട്ട് ഭർത്താവ് ഭാര്യനെ ഒരുപാട് ഉപദ്രവിച്ച് തല്ലിയെ, അത് കേസെടുത്ത മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ ശാരീരിക ഫിസിക്കൽ അസാൾട്ട് വന്നു, ശരീരം മൊത്തം മുറിവുകൾ വന്നു, ശാരീരിക മുറിവുകൾ വന്നു. അനിമൽ അറ്റാക്ക്, സ്നേക് ബൈറ്റ്, അസുഖം വന്ന് മരിക്കുന്നത് വരുമോ? അത് വരില്ല. നമ്മൾ ഈ പറയണ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ മെഡിക്കൽ ലീഗൽ കേസിൽ ട്ടാ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഫിസിക്കൽ അസാൾട്ട് കേസ്, ശാരീരികമായ ആക്രമണങ്ങൾ, ഭാര്യ ഭർത്താവ്. നമ്മൾ പറഞ്ഞു തല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞ് മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അതും നമുക്കൊരു മുറിവ് വന്നാൽ മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. അനിമൽ അറ്റാക്ക്, സ്നേക് ബൈറ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ വിചാരിക്കും അനിമലിന് എന്താ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുമോ? പാമ്പിനെ നമുക്ക് പാമ്പ് കടിച്ചാല് പാമ്പിനെ ശിക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അതൊന്നും കേസല്ലാന്ന്. പക്ഷെ അനിമൽ അറ്റാക്ക് ചെയ്താലും സ്നേക്ക് പാമ്പ് കടിച്ചാലും അതും കേസാണ്. മെഡിക്കൽ ലീഗൽ കേസ് പ്രകാരം അതൊരു കേസാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കും. കാരണം അങ്ങനത്തെ ഉള്ള കേസ് വരുമ്പോ നമ്മൾ അതില് ഇല്ലാന്ന് പറയും. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അനിമൽ അറ്റാക്ക് ചെയ്താലും പാമ്പ് കടിച്ചാലും മെഡിക്കൽ ലീഗൽ കേസ് വരാം. പിന്നെന്താ? മാസ് ഫുഡ് പോയിസണിങ്. മാസ് ഫുഡ് പോയിസണിങ് എന്താ? ഭക്ഷ്യ വിഷബാധ. ഹോട്ടലുകളിലൊക്കെ മന്തിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് പേര് മന്തി കഴിച്ച് മരിച്ചെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മന്തി, പിന്നെ മയോണൈസിൽ എന്തോ വിഷം ഉണ്ടെന്നും പറഞ്ഞു ഒരുപാട് പേര് ഭക്ഷ്യ വിഷബാധ വന്നിട്ടുണ്ട്, ഫുഡ് പോയിസണിങ്. പിന്നെന്താ? ഷവർമ്മ. ഷവർമ്മ ഒരു എന്തായിരുന്നു? ഷവർമ്മ കഴിക്കാൻ പാടില്ല, ഷവർമ്മ കഴിച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വരുന്നത് എന്താ? ഈ മാസ് ഫുഡ് പോയിസണിങ് ആണ്, ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ ഒരു പോയിസണിങ് ആണ്. പിന്നെ കേസസ് ഓഫ് സെക്ഷൽ അറ്റാക്ക്. സെക്ഷൽ അറ്റാക്ക് നമുക്കറിയാം. ഇപ്പൊ സെക്ഷൽ അറ്റാക്ക് എന്താ? റേപ്പ് ചെയ്യണത് ഒക്കെ സെക്ഷൽ അറ്റാക്ക് പെടും. ഇപ്പൊ സെക്ഷൽ അറ്റാക്ക് ഒക്കെ പണ്ട് ആരും അറിയാറില്ല. ഇപ്പൊ എന്താ? പോസ്കോ വന്നതോടുകൂടി ഒരുപാട് ശിക്ഷകൾ കിട്ടുന്നുണ്ട് അല്ലെ? എന്തെങ്കിലും ഒരു സ്ത്രീയുടെ നേരെ എന്ത് വെറുതെ നോക്കിയാൽ പോലും പോസ്കോ എടുക്കും. പോസ്കോ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ എടുക്കും. അപ്പൊ കേസസ്, ആ കേസ് സെക്ഷൽ അറ്റാക്ക് ആയാലും മെഡിക്കൽ ലീഗൽ കേസിൽ റെഫർ ചെയ്യാം. പിന്നെ സസ്പെക്ടഡ് ഓർ ഒബ്വിയസ് ക്രിമിനൽ അബോർഷൻ എന്ന് വെച്ചാൽ എന്താ? സംശയാസ്പദമായിട്ട് അബോർഷൻ നടത്തുക എന്ന് വെച്ചാല് അവർക്കിപ്പോ കുഞ്ഞ് വേണ്ട, ഒരു ഫാമിലിക്ക് കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരതിന് അബോർട്ട് അറിഞ്ഞുകൊണ്ട് അബോർട്ട് ചെയ്യാൻ പോകും. തന്നെ വീണോ അല്ലാതെ അബോർട്ട് ആവണതല്ല. അവർക്ക് തോന്നിയത് ഡോക്ടർക്ക് സംശയമാണ്, ഇവർക്ക് തോന്നിയതാണ് ഇത് സ്വയം കളഞ്ഞതാണോ എന്ന്. അപ്പൊ അവർക്ക് വേണ്ട അബോർഷൻ എന്നത് എന്താ? ഒരു മെഡിക്കൽ ലീഗൽ കേസിൽ തെറ്റാണ് അതും. പിന്നെന്താ? പിന്നെ ഇഞ്ചുറി കേസസ് വെർ ഫാൾസ് പ്ലേ സസ്പെക്റ്റഡ്. ഇഞ്ചുറി, മുറിവുകൾ വരാം. അതെങ്ങനെ മുറിവ് തന്നെ? ഫാൾസ് പ്ലേ കഴിച്ചിട്ട് എന്ന് വെച്ചാൽ ഫോൾ പ്ലേ നമുക്ക് കേട്ടിട്ടില്ലേ? ക്രിക്കറ്റ് ഇതൊക്കെ കളിക്കുന്ന ആൾക്കാർ അറിഞ്ഞുകൊണ്ട് നമ്മളെ മേത്ത് എടുക്കും. ഓരോ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ അവര് അറിഞ്ഞുകൊണ്ട് കാലിന്റെ ഇടയിൽ കൂടി കബഡിയൊക്കെ കളിക്കും. കബഡിയൊക്കെ കളിക്കുമ്പോ ആ കാലിന്റെ ഇടയിൽ കൂടി അവർ വലിച്ച് നിലത്തിടും. കാരണം അപ്പൊ അതൊക്കെ എന്താ? അതൊരു ക്രിമിനൽ കുറ്റമാണ്. അത് മെഡിക്കൽ ലീഗൽ കേസിൽ അങ്ങനെ ചെയ്തിട്ട് മുറിവുണ്ടായാൽ ഇഞ്ചുറി കേസ്. അങ്ങനെ ഫോൾ പ്ലേ കളിച്ചു, പന്ത് എറിഞ്ഞു, അറിഞ്ഞുകൊണ്ട് എറിഞ്ഞു, പൊട്ടിച്ചു, ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? മെഡിക്കൽ ലീഗൽ കേസ്. പിന്നെ മെഡിക്കൽ ലീഗൽ കേസ് പ്രോബബ്ലി ടു ഡെത്ത് നിയർ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എന്താ? നമ്മള് ഒരു പേഷ്യന്റിനെ ഇപ്പൊ നന്നായിട്ട് ഇന്ന് കൊണ്ടുവന്നു, പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. പക്ഷെ പേഷ്യന്റ് അവിടെ നിൽക്കണ ആ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യണവർക്കറിയാം ഈ പേഷ്യന്റ് മരിച്ചിട്ടില്ല, പക്ഷെ ഈ പേഷ്യന്റ് മരിക്കും, ഇനി രക്ഷപ്പെടില്ല. അങ്ങനെയുള്ള കേസ്, മരിക്കുമെന്ന് ഉറപ്പുള്ള പേഷ്യന്റിനെ നമുക്ക് മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നെന്താ? നെക്സ്റ്റ് എന്താ? ഇഞ്ചുറി കേസ് വെർ ഡെത്ത് ഓർ നിയർ ഫ്യൂച്ചർ. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഭാവിയിൽ മരിക്കുമെന്ന് ഉറപ്പുള്ള പേഷ്യന്റിനെ നമുക്ക് കേസ് ചെയ്യാം. അൺകോൺഷ്യസ് കേസ് വെർ റീസൺ ഈസ് ടു അൺക്ലിയർ എന്ന് വെച്ചാൽ എന്താ? അബോധാവസ്ഥയിൽ ഒന്നും ക്ലിയർ അല്ലാതെ ഒരു പേഷ്യന്റ് തെങ്ങുമെന്ന് വീണു, സ്വയം തന്നെ കയറി തന്നെ വീണു അല്ലെ? വീട് കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, കുഴപ്പമില്ല, തന്നെ വീണത്, ആർക്കും കേസില്ല. പക്ഷേ
ആ പേഷ്യന്റിന് ഓർമ്മ കിട്ടാതെ, ആ പേഷ്യന്റിന് ഓർമ്മയില്ല, അബോധാവസ്ഥയിലാണ്, ഒന്നും ക്ലിയർ അല്ല പേഷ്യന്റിന്. എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ, പേഷ്യന്റ് എങ്ങനെ കിടക്കണേ, അൺക്ലിയർ ആയിട്ട്, ഒരു ക്ലിയർ ഇല്ലാതെ അൺകോൺഷ്യസ് ആയിട്ട് ആ പേഷ്യന്റ് കിടക്കണേ. അപ്പൊ അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ അവർക്ക് സംശയമാവും, ഒന്നല്ലെങ്കിൽ തെങ്ങിന്റെ മുകളിൽ നിന്ന് തട്ടിയിട്ടതാണോ, എങ്ങനെയെങ്കിലും വീട്ടിയതാണോ, അങ്ങനെ സംശയം വരുമ്പോൾ മെഡിക്കോ ലീഗൽ കേസില് കേസ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ, ബ്രോട്ട് ഡെഡ് കേസസ് വേർ ക്രിമിനൽ ഓഫൻസ് ഈസ് സസ്പെക്റ്റഡ്. എന്താ, ക്രിമിനൽ കുറ്റം എന്ന് സംശയിക്കുന്ന എന്ത് കേസുകളും, മരണ കേസുകളായാലും ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, നമുക്ക് കണ്ടാൽ അറിയാം ഇതൊരു ക്രിമിനലാണ്, ക്രിമിനൽ കുറ്റമാണെന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അങ്ങനത്തെ ഉള്ളൊരു കേസ്, മരിച്ച കേസാണെങ്കിലും പേഷ്യന്റ് മരിച്ചതായാലും അതൊരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ അതിന് നമുക്ക് കേസെടുക്കാം. പിന്നെന്താ, കേസസ് റെഫേർഡ് ഫ്രം കോർട്ട് എന്ന് വെച്ചാൽ കോടതിയിൽ നിന്ന് റെഫർ ചെയ്ത കേസുകൾ, കോടതിയിൽ നിന്ന് പേഷ്യന്റിനെ വേറെ റെഫർ ചെയ്തു, ആ പേഷ്യന്റിനെ റെഫർ ചെയ്തിട്ട് ആ പേഷ്യന്റ് മരിച്ചു പോയാലോ, ആ പേഷ്യന്റ് എന്തെങ്കിലും വന്നാലോ മെഡിക്കോ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ അല്ലേ? ഇത്രയും കേസുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതുള്ളൂ. ഇത്രയും കേസുകളൊക്കെ മെഡിക്കോ ലീഗൽ കേസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും ഇല്ലേ അവിടെ? ഇല്ലേ? എല്ലാവരും ഒന്ന് തംസപ്പ് ഇട്ടേ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കൂ, ഒരു മിനിറ്റ്. ഓക്കെ, എല്ലാവരും ഉണ്ട്. ഡൗട്ട് ഒന്നുമില്ലല്ലോ, വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചു നോക്കിയാ? ബ്രോഡ് ഡെത്ത് മാം, ബ്രോഡ് ഡെത്ത് ഇല്ലേ, ബ്രോഡ് ഡെത്ത്, റോഡ് ഡെത്താ, ബ്രോഡ് ഡെത്ത്, ഒരു മിനിറ്റ്, ഏതിലാണ് നോക്കട്ടെ കേട്ടാ. ഏതിലാണ് പറഞ്ഞത്? ബ്രോഡ് ഡെത്ത് 13. ബ്രോഡ് ഡെഡ് കേസസ് വേർ ക്രിമിനൽ ഒഫൻസ് കണ്ടില്ലേ മാം, ലാസ്റ്റത്തിന് മുമ്പത്തത്. ക്രിമിനൽ ഒഫൻസ് ബ്രോട്ട് ഡെത്ത്, അത് ബ്രോട്ട് BROUGHT ബ്രോട്ടാണ്. ബ്രോട്ട് എന്താ, കൊണ്ടുവരുന്ന ബ്രോട്ട്, നമ്മള് ബ്രോട്ട് എന്ന് പറയില്ലേ, BROUGHT ബ്രോട്ട്, ഡെഡ് മരണ കേസുകൾ, മരിച്ചവരെ കൊണ്ടുവന്നു. ക്രിമിനൽ ഒഫൻസ്, ക്രിമിനലായ ഒരു പേഷ്യന്റിനെ, ക്രിമിനൽ കുറ്റം എന്ന് സംശയിക്കുന്ന ആ മരണ കേസുകൾ കൊണ്ടുവന്നു എന്നാ പറയണേ. മരണ കേസുകൾ കൊണ്ടുവന്നു എന്ന് പറയണത്, അങ്ങനത്തെ മരണ കേസുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് മെഡിക്കോ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, മരിച്ച ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന അവരെയാണോ ഉദ്ദേശിക്കുന്നത്?
മരിച്ചൊരു ആ patient മരിച്ചവർ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ട് അവര്. ഓക്കെ, ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാള് മരിച്ചുപോയി. അപ്പൊ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എന്താ ക്രിമിനൽ കുറ്റം ചെയ്ത് വന്ന അവർക്ക് സംശയിക്കുകയാണ് ഈ പേഷ്യന്റ് ഭയങ്കര ക്രിമിനൽ കുറ്റം ചെയ്താണ്, അപ്പൊ ഈ പേഷ്യന്റ് മരിച്ചിട്ടുണ്ടെന്ന്. അത് നമ്മള് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ചിലപ്പോ പോലീസിന്റെ പിടിക്കാൻ വേണ്ടി ഇയാളെ പിടിക്കാൻ വേണ്ടി പോണ സമയത്തായിരിക്കും പോലീസ് ചിലപ്പോ അറിയാണ്ട് ഷൂട്ട് ചെയ്ത, വേറെ എന്തെങ്കിലും വെള്ളത്തിൽ ചാടിയാ കിണറ്റിലൊക്കെ ചാടിയായിരിക്കും ഈ ക്രിമിനൽ മരിക്കണത്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ആ ക്രിമിനൽ മരിച്ചു. അപ്പൊ ആ ക്രിമിനലിനെ എന്ത് ചെയ്തു, അങ്ങനെ ഒരു ക്രിമിനൽ ചെയ്തെന്ന് നമ്മൾ ആ പേഷ്യന്റ് അവർക്കറിയാം, നമുക്കറിയാലോ പേഷ്യന്റ് ക്രിമിനൽ ആണെന്ന്. പക്ഷെ അയാളുടെ കേസൊന്നും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. മനസ്സിലായ? അപ്പൊ പേഷ്യന്റിന് കേസ് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. പേഷ്യന്റിനെ പിടിക്കുന്നതിന് മുമ്പ് പേഷ്യന്റ് മരിച്ചുപോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ നമുക്ക് മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. മരിച്ചാലും അതാണ് പറഞ്ഞത്, ബ്രോട്ട് ഡെഡ് കണ്ട, മരിച്ചാലും ആ പേഷ്യന്റ് ക്രിമിനൽ ഓഫൻസ് ഉണ്ടെങ്കിൽ, ക്രിമിനൽ ആണെങ്കിൽ, സാധാരണ പേഷ്യന്റ് അല്ല, ക്രിമിനൽ ആണെങ്കിലും ആ പേഷ്യന്റ് മരിച്ചാലും ആ പേഷ്യന്റിന് നമുക്ക് എവിടെ ചെയ്യാം, മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സംശയമാറില്ല ജിൻഷ? സംശയം മാം, അത് സംശയം വരുന്ന ഇങ്ങനെ വരുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയണമെന്നുള്ളേ. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് സംശയം വരുമല്ലോ, എന്നാലല്ലേ അതല്ല ഞാൻ ചോദിച്ചത്. അതായത് ഇപ്പൊ ഈ മാം മറ്റേ മെഡിക്കൽ കേസ് പറഞ്ഞല്ലോ, മരിക്കുന്ന കേസ് പറഞ്ഞല്ലോ, കുറെ ഇപ്പൊ പറഞ്ഞ കേസുകൾ. അപ്പൊ നമുക്ക് സംശയാസ്പദമായിട്ടുള്ള ഒരു മരണം ആവുമ്പോഴാണ് അതിൽ വരുന്നത് തോന്നല്ലേ? ഓക്കെ, അവരെ സസ്പെക്ടഡ് എഴുതിയിട്ടുണ്ടല്ലോ, സംശയാസ്പദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതൊരു ക്രിമിനൽ ആണ്. അപ്പൊ അയാളെ മരിച്ചുപോയി. അപ്പൊ അയാളെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെഡിക്കൽ ലീഗൽ കേസിൽ ഉൾപ്പെടുത്താം. കേസ് നടക്കോ നടക്കില്ല എന്നല്ല, നമുക്ക് രജിസ്റ്റർ ചെയ്യാം, മെഡിക്കൽ ലീഗൽ കേസിൽ ഉൾപ്പെടുത്താം അങ്ങനെയുള്ള കേസുകളൊക്കെ. ഓക്കെ ഓക്കേടാ. Injury cases where probability of death in near future. അതൊന്ന് പറഞ്ഞുതരാമോ മാം? ഇഞ്ചുറി കേസസ് അല്ലെ, Where probability of death in near future. നിയർ ഫ്യൂച്ചർ അതെന്ന് വെച്ചാല് എന്താ പറഞ്ഞത്, ഇഞ്ചുറി കേസസ് വേർ പ്രോബബിലിറ്റി കേസസ്. അതെന്ന് വെച്ചാല് നമ്മുടെ സമീപത്ത് നമ്മുടെ ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, ഒരു കേസ് മുറിവായിട്ട് പേഷ്യന്റിനെ കൊണ്ടുവന്നു നമ്മുടെ അടുത്ത്. ആ പേഷ്യന്റിനെ കൊണ്ടുവന്നപ്പോ പേഷ്യന്റിന് കുഴപ്പമൊന്നുമില്ല, പേഷ്യന്റ് എങ്ങനെയാണ് ഓക്കെയാണ്, പേഷ്യന്റിനെ കൊണ്ടുവന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോ ഈ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നവർക്കും ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും ഒക്കെ അറിയാം ഈ പേഷ്യന്റ് രക്ഷപ്പെടില്ല. ഈ പേഷ്യന്റ് ചിലപ്പോ വല്ല വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് ഒരുവിധം പേഷ്യന്റ് കോൺഷ്യസ് ആയി, ബോധമൊക്കെ വന്ന് പേഷ്യന്റ് ഇതായി. പക്ഷെ പേഷ്യന്റ് കോൺഷ്യസ് ആയെങ്കിലും പേഷ്യൻസ് ഈ വിഷം കഴിച്ചപ്പോ ആ പേഷ്യന്റിന്റെ ഉള്ളിലുള്ള ഓർഗൻസ് ഒക്കെ നശിച്ചു പോയി എന്ന് വിചാരിക്കാം. പേഷ്യന്റ് കാണുമ്പോൾ എങ്ങനെ കുഴപ്പമില്ല, നല്ല കോൺഷ്യസ് ആണ്, കുഴപ്പമില്ല. പക്ഷെ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യണ ഡോക്ടേഴ്സിന് അറിയാം പേഷ്യന്റ് കുറച്ച് കഴിഞ്ഞാൽ കൂടി വന്നത് രക്ഷപ്പെടില്ല. ഈ ഒരു ഇതില് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ പേഷ്യന്റ് മരിക്കുമെന്ന് ഉറപ്പുണ്ട് അവർക്ക്. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യന്റിനെ നമുക്ക് മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. അതാണ് പറഞ്ഞത്. മനസ്സിലായ? ഓക്കെ മാം. ഭാവിയില്, സമീപ ഭാവിയില് നിയർ ഫ്യൂച്ചർ എന്ന് വെച്ചാല് അടുത്ത ഭാവി എന്നല്ല, സമീപ ഭാവി, ഇനി വരാൻ പോവുകയാണ്. ചിലപ്പോ പേഷ്യന്റ് രക്ഷപ്പെടുമെന്ന് 100% ഉറപ്പില്ല. അങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ നമുക്കത് മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത് മാത്രത്തിന്റെ അർത്ഥം കറക്റ്റ് നിയർ ഫ്യൂച്ചറിനൊക്കെ നോക്കിയാൽ നമ്മൾ അതിൽ പെട്ടുപോകും. നമ്മളത് സമീപ ഭാവിയിൽ പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി വരാൻ പോണത്. ഓക്കെ, നമ്മളിപ്പോ പൊള്ളലേറ്റവർ എങ്ങനെയായിരിക്കും, ശരീരം പെട്ടെന്നൊന്നും പൊള്ളലേറ്റവർക്ക് ചിലവർക്ക് സ്കിന്നിന് പെട്ടെന്ന് പൊള്ളലേക്കൂല, പക്ഷെ അവർ ഉള്ളിലത്തെ ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പെട്ടെന്ന് ടിഷ്യൂസ് ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും, നശിച്ചു പോയിട്ടുണ്ടാവും ടിഷ്യൂസ് ഒക്കെ. അപ്പൊ ഈ ഇന്റേണൽ ഓർഗൻസിന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ടിഷ്യൂസ് ഉണ്ട്. ഈ ടിഷ്യൂസ് ഒക്കെ പെട്ടെന്ന് ചൂടേറ്റ് ഈ ടിഷ്യൂസ് ഒക്കെ നശിച്ചു പോയി നമ്മുടെ ലങ്സ്, ഈ ഭാഗത്തൊക്കെ. അപ്പൊ ഇവർക്ക് ശരീരത്തിന് വലിയ പൊള്ളലില്ല, ആ ശരീരത്തിന്റെ ചൂടിലേറ്റെങ്കിലും ആ ചൂടിന്റെ ഉള്ളിൽ കാണാതേക്കണത് കൂടുതൽ. അപ്പൊ ഇവര് 2 ദിവസമൊക്കെ ഇവരെന്ത് ചെയ്യും, ഐസിയുല വെന്റില നല്ല സുഖമായിട്ടൊക്കെ ഇങ്ങനെ ഇവരെ നോക്കുമ്പോ കിടക്കും. അപ്പൊ പുറമേ കാണുന്നവർക്ക്
ഇവര് നമ്മളെ നോക്കി ഇങ്ങനെ നമ്മളെ കഴിച്ചില്ലൊക്കെ ഇവരെ നോക്കുമ്പോ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ബൈസ്റ്റാൻഡർ പോയി ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട്, കുഴപ്പമില്ല, രക്ഷപ്പെടും എന്ന് ബൈസ്റ്റാൻഡർ. പക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അറിയാം ഇവർ ഉള്ളില് 75% ഇന്റേണൽ ഓർഗൻസും കത്തിപ്പോയി, ചൂട് വന്ന് ടിഷ്യൂസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയി. അപ്പൊ ഡോക്ടേഴ്സിന് അറിയാം ഇവര് റിക്കവർ ആയി വരില്ല, ഇവര് 100% മരിക്കുള്ളൂ. അങ്ങനെ അത് കേസിൽ വന്നെന്ന് പറയണത് എന്താ? തീ കൊളുത്തിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? എന്തിനാ? അതൊരു കേസാണ്. തീ പൊള്ളലേറ്റതൊക്കെ ഒരു കേസിൽ പെടും. അപ്പൊ ഭാവിയിൽ മരിക്കും എന്ന് ഉറപ്പുള്ള കേസിനെ നമുക്ക് മുറിവുണ്ടെങ്കിൽ ഇഞ്ചുറി കേസ്, അങ്ങനത്തെ ഉള്ള ആ ഒരു ഇഞ്ചുറി കേസ് ആണെങ്കിൽ പേഷ്യന്റിന് നമുക്ക് മെഡിക്കൽ ലീഗൽ കേസിൽ ഉൾപ്പെടുത്താം. ഓക്കേണോ? ഓക്കെ, ഇനി ഉണ്ടാ സംശയാർക്കെങ്കിലും? നിങ്ങൾ ചോദിച്ചോ? അതിന് തൊട്ട് മേലെ ഇഞ്ചുറി കേസ് വേർ ഫോൾസ് പ്ലേയിങ് സസ്പെക്റ്റഡ് എന്നുള്ള. ഫോൾസ് പ്ലേ എന്ന് വെച്ചാൽ ഫുട്ബോളൊക്കെ കളിക്കാൻ പോവുക പേഷ്യന്റ് ഒക്കെ കളിക്കും. ഫുട്ബോളൊക്കെ കളിക്കുന്ന പേഷ്യന്റ് ഉണ്ടാവില്ലേ? ക്രിക്കറ്റ് കളിക്കും. അപ്പൊ അവര് ചിലവരെന്ത് ചെയ്യും? ഇന്ന ടീം ജയിക്കരുത്, ഇന്ന ടീം ജയിക്കാന്ന് വിചാരിച്ചിട്ട് കള്ളക്കളി കളിക്കും. അതന്നെ. ഓക്കെ, ഈ കള്ളക്കളി കളിക്കുമ്പോ അവര് പന്തൊക്കെ എടുത്ത് ചിലപ്പോ എറിയും. ചിലവര് ഷൂന്റെ അടിയിൽ, നമ്മളൊരു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മിക്ക സിനിമയിലും ഉണ്ട്, ഈ ഷൂന്റെ അടിയിൽ ബ്ലേഡ് ഒക്കെ വെക്കും. ടാക്കിൾ, അതന്നെ ടാക്കിൾ. അതില് ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളെ മേത്തക്ക് ഇങ്ങനെ ഉപദ്രവിക്കുന്ന, വേദന എടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ വെക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ മുറിവാണെങ്കിലും അത് മെഡിക്കൽ ലീഗൽ കേസിൽ ഉൾപ്പെടുത്താം. അത് കളസരല്ലേ കാണിച്ചത്, അതാണ് പറഞ്ഞത്. ഓക്കെ, ഫാൾസ് പ്ലേ എന്ന് വെച്ചാൽ കള്ളക്കളി. കള്ളക്കളി എന്ന് പറയുന്നതാണ് ഈ കളിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് ഇടുക, പിന്നെ നമ്മള് മറ്റേ സാധനം എന്നിട്ടാണ് കബഡിയൊക്കെ കളിക്കുമ്പോ കള്ളക്കളിയൊക്കെ കളിക്കും. കബഡി ഇല്ലേ? ചിലപ്പോ വലിച്ച് നിലത്ത് അവര് ശത്രുക്കളൊക്കെ അവരോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വലിച്ച് നിലത്തിട്ട് ചിലപ്പോ നല്ലോണം മനഃപൂർവ്വം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് ഈ മെഡിക്കൽ ലീഗൽ കേസിൽ വരണം. ഓക്കെ, പിന്നെ ഈ അടിയിൽ കാണുന്ന ചാപ്റ്റർ അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, അത് വെറുതെ കൊടുത്തേക്കണം. അതിൽ മുഴുവൻ തെറ്റാണ് എന്തായാലും, അപ്പൊ തിരുത്താനൊന്നും പോണ്ട. നമുക്ക് അതിനെ കുറിച്ച് അപ്പുറത്തുണ്ട് ലോ ഓഫ് ടോർട്ടോയ്സ് എന്ന് പറയുന്നത്, മിസ്ലേനിയസ്, ഇവിടെ ഒക്കെ തെറ്റുണ്ട്. അപ്പൊ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പൊ ആ ഒരു ചാർട്ട് അതാണ് വെറുതെ ഇട്ടേക്ക്, അത് വേണ്ട കേട്ടോ. ഓക്കെ, അത് ഇപ്പുറത്തുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട്, നമുക്ക് ഇപ്പുറത്ത് പഠിക്കാം. ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കട്ടെ. നമുക്കൊരു 3 ആക്ട്, ഒരു 4 ആക്ട് ഒന്ന് പഠിച്ചാൽ മതി, 3 മതി. അതൊന്ന് പഠിക്കാം. ഓക്കെ, നമുക്കൊരു 15 മിനിറ്റ് ബാക്കിയുണ്ട്. റെഡി അല്ലേ? ഓക്കെ, റെഡിയാണോ? നോക്കാം. ഓക്കെ ഓക്കെ, എന്താ സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ് അതൊന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ആക്ടുകൾ ഒരുപാടുണ്ട്. നമ്മള് ഇപ്പൊ ഇതില് BA ഹിസ്റ്ററി സോഷ്യോളജി ഇപ്പൊ ഒക്കെ പഠിക്കുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ ഈ ആക്ട് ഒക്കെ ഉണ്ട്. MA ഹിസ്റ്ററി കാര്യങ്ങളും ഉണ്ട് ഇതില്, അവർക്കൊക്കെ ഇത് എളുപ്പമായിരിക്കും. +2 കൊമേഴ്സുകാർക്ക് ഉണ്ടാവില്ല തോന്നില്ല. മറ്റേ പൊളിറ്റിക്സ് ഒക്കെ എടുക്കുന്നവർക്കുണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ആക്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലുള്ള ആക്ടുകളിൽ ഇതിൽ ഇമ്പോർട്ടന്റ് ആക്ടാ പറഞ്ഞേക്കണേ. കേസുമായിട്ട് പിന്നെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്നാലും ഇതിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ആക്ടും വർഷം നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഇതില് എത്ര എംപ്ലോയീസ് ഉണ്ട്, മിനിമം എത്ര എംപ്ലോയീസ് ആവാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. കൊല്ലം നോക്കണം, എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കണേ? ലെജിസ്ലേഷനിൽ ഫസ്റ്റ് പറഞ്ഞേക്കണ ആക്ട് ആണ്. ഇതൊക്കെ ഹോസ്പിറ്റലിന് ബാധകമാകുന്നതാണ്. ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന ആക്ടുകളാണ് ഈ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ആക്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഒന്നാമത്തെ ആക്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നത്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് വെച്ചാൽ എന്താ? വ്യാവസായിക തർക്ക നിയമം. തർക്കം. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ആണ്, ഒരു വ്യവസായമാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഡിസ്പ്യൂട്ട്സ്, അതിന്റെ തർക്കങ്ങൾ വന്നത് 1947. ഹോസ്പിറ്റൽ കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. പിന്നെന്താ? ഹോസ്പിറ്റല്, വ്യവസായം എന്നത് ഹോസ്പിറ്റൽ എന്ന പദത്തിന്റെ താഴെയാണ്. അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല, അതിങ്ങനെ പറയണമെന്നുള്ളൂ. ഹോസ്പിറ്റൽ വന്നത് അണ്ടർ ദ ടേം ഇൻഡസ്ട്രി, അതിന്റെ താഴെയാണ്. ക്യാൻ ബി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയീസ്,
can be applied the number of employees 15. ഒരു ഇൻഡസ്ട്രി ആവണമെങ്കിൽ അതിലൊരു തർക്കം ഈ ആക്ട് നിലവിൽ വരുന്നെങ്കിൽ അതിൽ എത്ര എംപ്ലോയീസ് വേണം? മാക്സിമം എന്തോരം വേണമെങ്കിലും ആവാം, മിനിമം 50 എംപ്ലോയീസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു 30 എംപ്ലോയീസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് ഈ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ പെടില്ല. ഈ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ പെടണമെങ്കിൽ മിനിമം 50 എംപ്ലോയീസ് എങ്കിലും ഉണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ ഒബ്ജക്റ്റീവ് ഈ ഇൻഡസ്ട്രിയൽ തർക്ക ആക്ട് പറഞ്ഞു. ഈ ഇൻഡസ്ട്രിയൽ തർക്ക ആക്ടിന്റെ ലക്ഷ്യം എന്താണ്? സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. ഇവിടെ നടക്കണ ആ ഒരു ഇൻഡസ്ട്രി, ആ ഒരു വ്യവസായത്തിനെ പീസ് ആൻഡ് ഹാർമണി എന്ന് വെച്ചാൽ എന്താ? അതിനെ ഐക്യവും സമാധാനവും സുരക്ഷിതമാക്കുക. അതിന്റെ ഐക്യവും സമാധാനവും സുരക്ഷിതമാക്കുക എന്നതാണ് സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി എന്ന് പറയുന്നത്. പിന്നെന്താ? സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. അവിടെ എന്തെങ്കിലും തർക്കങ്ങള്, തല്ല്, ബഹളം, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മള് സെറ്റിൽമെന്റ് ആക്കണം. സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. അപ്പൊ ഒന്നാമത്തെ പാർട്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. അത് നിലവിൽ വന്നത് 1947 അതില് 50 എംപ്ലോയീസ് ഉണ്ടാകണം. പിന്നെ പറഞ്ഞത് ഈ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നതിന്റെ മെയിൻ കാരണം സെക്യൂർ ആൻഡ് പീസ് ആൻഡ് ഹാർമണി. സെക്യൂർ നമ്മുടെ ഐക്യവും സമാധാനവും ഉറപ്പാക്കാൻ, സെക്യൂർ ചെയ്യാൻ. പിന്നെ സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽമെന്റ് ചെയ്യാനും ഇൻഡസ്ട്രിയൽ ആക്ട് നിലവിൽ വന്നു. നെക്സ്റ്റ് ആക്ട് ആണ് മിനിമം വേജ് ആക്ട്. 1948 മിനിമം വേജ് ആക്ട്. ഈ മിനിമം വേജ് ആക്ട്, മിനിമം വേജ് ഫിക്സ്ഡ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, എംപ്ലോയീസ്, ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിൽ മിനിമം വേജിൽ പറയണത് എന്തൊക്കെ? മിനിമം ആക്ട് വന്നത് 1948. അതില് പല ഗ്രൂപ്പുകളിലും പല തരങ്ങളിലും മിനിമം വേജ് ഉണ്ട്. ഓരോന്നിനും ഓരോ മിനിമം വേജ് ഉണ്ട്. അതിന്റെ അടിയിൽ ഒരു ആക്ടും കൂടി വന്നിട്ടുണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. 1952 പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വന്നു. കൊല്ലം ഓർത്തിരിക്കുക. മിനിമം വേജ് വന്നത് 1948, പ്രൊവിഡന്റ് ആക്ട് വന്നത് 1952. ഈ പ്രൊവിഡന്റ് ആക്ടിൽ എംപ്ലോയർ ഈസ് നീഡഡ് ടു റീട്രൈ ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് at stipulated rate, donate an equal amount as employers share and credit the fund regularly with the government. എന്താ പറഞ്ഞേ? ഒരു മിനിമം വേതനം ആ എംപ്ലോയിക്ക്. അപ്പൊ എന്താ പറഞ്ഞേ? തൊഴിലിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു വേജസ്, അതിന്റെ ആ ഒരു എംപ്ലോയീസിന്റെ ആവശ്യം റിട്രീവ് ഫ്രം എംപ്ലോയീസ് എന്ന് വെച്ചാൽ എന്താ? തൊഴിലുടമ അതിന്റെ ജീവനക്കാരിൽ നിന്ന് ഒരു നിശ്ചിത തുക, ഒരു നിശ്ചിത നിരക്കില് വീണ്ടെടുക്കുകയും അത് തുല്യമായിട്ട് പങ്കിടുകയും സംഭാവന ചെയ്യുകയും വേണം. ആ ഫണ്ട്, അതിൽ നിന്ന് ഒരു ചെറിയ ഫണ്ട്, ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. ഈ ജീവനക്കാരിൽ നിന്ന് ഒരു ചെറിയ തുക ഈടാക്കിയിട്ട് അത് ക്രെഡിറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടിലോട്ട് റെഗുലർലി കൃത്യമായിട്ട് ക്രെഡിറ്റ് ചെയ്യണം. അതാ പറഞ്ഞത്. തൊഴിലുടമ ഒരു ഇൻഡസ്ട്രി നടത്തി, അതിന് വേജസ് കൊടുത്തു, പ്രൊവിഡന്റ് ഫണ്ട് കൊടുത്തു. എങ്ങനെയാണ് പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കണത്? തൊഴിലുടമ ജീവനക്കാര്, അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിൽ നിന്ന് ഒരു നിശ്ചിത നിരക്കില് ഒരു തുക വീണ്ടെടുത്ത്, ഒരു തുക വീണ്ടെടുത്ത് തൊഴിലുടമ അതെന്തായി? തുല്യമായ തുക, കുറച്ച് തുക എടുത്തിട്ട് തുല്യമായിട്ട് സംഭാവന ചെയ്തു. അങ്ങനെ സംഭാവന ചെയ്യുമ്പോൾ ഒരു ചെറിയ തുക ക്രെഡിറ്റ് ചെയ്യണം. ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് ഇത് കറക്റ്റ് ആയിട്ട് പതിവായിട്ട് ക്രെഡിറ്റ് ചെയ്യണം. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഡേറ്റ് കൊല്ലോർക്കാം. നെക്സ്റ്റ് എന്താ? ക്യാൻ ബി അപ്ലൈഡ്. ഇതില് നമ്പർ 20 ആയിരിക്കണം. മിനിമം വേജില് അല്ല, മിനിമം വേജ് അല്ല, പ്രൊവിഡന്റ് ഫണ്ടില് വേജ് എത്ര ആയിരിക്കും? എത്ര എംപ്ലോയീസ് ഉണ്ടായിരിക്കണം? 20 എംപ്ലോയീസ് ഉണ്ടായിരിക്കണം. പ്രൊവിഡന്റ് ഫണ്ടില്
20 എംപ്ലോയീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോൺ കംപ്ലൈൻസ് ഇൻ പനിഷബിൾ ഇംപ്രസ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? അവര് ജീവനക്കാരുടെ എണ്ണം 20 ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ അവർക്ക് അതനുസരിക്കാതെ, ഈ നിയമങ്ങളൊന്നും അനുസരിക്കാത്തതിന് പണിഷ്മെന്റ് ഉണ്ട്. ഇംപ്രസ്മെന്റ് എന്ന് വെച്ചാൽ ജയിലിൽ കിടക്കാൻ പറ്റും. ജയിലിൽ വരെ കിടക്കേണ്ടി വരും ഈ പ്രോവിഡന്റ് ഫണ്ടിന്റെ ഇതാ കാണിച്ച, നാസ്ത കാണിച്ച. അപ്പൊ അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. പ്രോവിഡന്റ് ഫണ്ടിന്റെ ആക്ട് കൊല്ലം ഓർക്കാം, എത്ര എംപ്ലോയീസ് വേണം എന്ന് ഓർക്കാം. ഒക്കത്തിന്റെയും കൊല്ലം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറയണത്. നെക്സ്റ്റ് ബോണസ്. ബോണസ് എന്താ? ബോണസ് കൊടുക്കുന്നത് 1965 ആക്ട് നിലവിൽ വന്നത്. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് നിലവിൽ വന്നത് 1965. അത് അപ്ലൈ ചെയ്യണത് ആർക്കാ? വേർ നമ്പർ ഓഫ് എംപ്ലോയീസ് 40 പേര് കൂടാൻ പാടില്ല. 40 കുറവായിരിക്കണം. പിന്നെ ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ പെയ്ഡ് എന്ന് വെച്ചാൽ എന്താ? ചാരിറ്റബിളും പിന്നെ ലാഭം പ്രതീക്ഷിക്കാത്ത ഹോസ്പിറ്റൽസ് അവർക്കും ഇതില് ഒഴിവാക്കാം നമുക്ക്. അവരുടെ നോൺ കംപ്ലൈൻസ് ഈ എന്താ നമ്മൾ പറഞ്ഞ ചാരിറ്റബിളും അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ്. അവരെ നമ്മൾ ഒഴിവാക്കാം. ഈ ബോണസിൽ നിന്ന് ചാരിറ്റബിൾക്കും നോൺ പ്രോഫിറ്റ് മേടിക്കാത്ത കുറെ ഹോസ്പിറ്റൽ ഉണ്ട്, അവരെ നമുക്ക് ഇതില് ഒഴിവാക്കാം. അപ്പൊ ബോണസ് 1965 വന്നു. 40 എംപ്ലോയീസ് പാടുള്ളൂ. അതിൽ കൂടുതലാവാം, കുറവാവരുത്. പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്താ? ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു അലവൻസ് ഇല്ലേ? ചെറിയ അലവൻസ് ഒക്കെ കിട്ടണത്, പ്രതിഫലം ഗ്രാറ്റുവിറ്റി കിട്ടും ചിലവർക്ക്. അതെങ്ങനെയാണ്? ആ ആക്ട് നിലവിൽ വന്നത് 1972. ആക്ടിവിറ്റി 15 days for every completed year service at the time of his superannuation or death. എന്താ പറഞ്ഞേ? ഗ്രാറ്റുവിറ്റി ജീവനക്കാര്, ആ ജോലിക്കാരനെ ജോലി പൂർത്തിയാക്കിയ ഓരോ വർഷത്തിനും 15 ദിവസത്തെ കൂലി കൊടുക്കണം. 15 ദിവസത്തെ ശമ്പളത്തില് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കണേന് കണ്ടീഷൻ ഉണ്ട്. എത്ര? അവര് 5 വർഷമെങ്കിലും ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരിക്കണം. അതാണ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ 5 year സർവീസ്. അണ്ടർലൈൻ ചെയ്തിടാ. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കും. ഗ്രാറ്റുവിറ്റി കൊടുക്കണതിന് ഏകദേശം 5 വർഷമെങ്കിലും അവർ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് 6ാമത്തെ വർഷം ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് 15 ദിവസത്തെ വേതനമാവണം അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കാൻ. ഓക്കെ, അതിൽ എംപ്ലോയീസിന്റെ എണ്ണം 10 പേരുണ്ടായിരിക്കണം. അതിന്റെ എംപ്ലോയീസ് 10 പേരുണ്ടായിരിക്കണം. 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. ഒരു വർഷത്തില് എന്ന് വെച്ചാൽ എന്താ? ഒരു വർഷം ഇൻ കേസ് ഓഫ് ഡെത്ത്, മരണം സംഭവിച്ചു. ഇപ്പൊ ഒരു പേഷ്യന്റ് ഗ്രാറ്റുവിറ്റി കിട്ടണതിന് 5 വർഷം ജോലി ചെയ്തു, പിന്നത്തെ വർഷം ആ പേഷ്യന്റ് മരിച്ചുപോയി അല്ലെ? അപ്പൊ ആ പേഷ്യന്റിന്റെ ഗ്രാറ്റുവിറ്റി, പേഷ്യന്റ് അല്ല അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ, അവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടണം. അപ്പൊ അവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടണമെങ്കിൽ എന്താ? അവര് മരിച്ചുപോയി, അവര് അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ആ ഒരു വർഷം. ആ പിറ്റേ വർഷം അവർക്ക് അവരെ വേണ്ടപ്പെട്ടവർക്ക് അതിന്റെ ഗ്രാറ്റുവിറ്റി കൊടുത്തേക്കണം. കിട്ടണ്ട ഇതാണ്. അതിന്റെ ഇടയിൽ മരിച്ചുപോയത് അവരെ വീട്ടുകാർക്ക് കൊടുക്കണം ഇൻ കേസ് ഓഫ് ഡെത്ത്. അപ്പൊ ഗ്രാറ്റുവിറ്റി വന്നത് 1972. അത് 5 വർഷം വേണം ഗ്രാറ്റുവിറ്റി അവിടെ ജോലി ചെയ്യണം. ആ ജോലി ചെയ്താൽ ആ അടുത്ത വർഷത്തില് 15 ദിവസത്തെ എത്രയാണ് അവർക്കുള്ള വേതനം അതായിട്ട് വേണം അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കാൻ. അതാ പറഞ്ഞേ, ഗ്രാറ്റുവിറ്റി പേയബിൾ എംപ്ലോയീസ് അറ്റ് 15 days every completed year of service at the time of his her superannuation or death. അവര് മരിച്ചു കഴിഞ്ഞാലും അല്ല, അവർക്ക് ഗ്രാറ്റുവിറ്റി 5 വർഷം കഴിഞ്ഞു, അവർക്ക് ഗ്രാറ്റുവിറ്റി മേടിക്കുന്നതിന് മുമ്പ് അവർ മരിച്ചു പോയാലും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ആ ഗ്രാറ്റുവിറ്റി കൊടുത്തിരിക്കണം. എംപ്ലോയീസ് 10 പേരെങ്കിലും ഉണ്ടായിരിക്കണം, 5 വർഷമായിരിക്കണം. അത് അത്രേ ഉള്ളൂ നമ്മുടെ. ഒന്നുകൂടിയും പറയാം സിമ്പിൾ ആയിട്ട്. അപ്പൊ അത്രയും നമുക്ക് ഇന്ന് എടുക്കാം. ഓക്കെ, ഇത്രയും 1, 2, 3, 4, 5 ആക്ടുകൾ നമ്മൾ പഠിച്ചു. 5 ആക്ടിന് 5 വർഷമുണ്ട്. 5 വർഷത്തിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഈ ആക്ട് എന്തിനു കൊടുക്കണാണ്, എവിടെ കൊടുക്കണാണ്, എപ്പോ കൊടുക്കണാണ് ഒന്നും പഠിക്കണ്ട. അപ്പൊ ഒന്നുകൂടി നമുക്ക് പറയാം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്
ഇൻഡസ്ട്രിയലായിട്ട് തർക്കമുള്ള ആക്ട് വന്നത് 1947. 1947 ഒരു ഇൻഡസ്ട്രി വന്നു. 47 ഒരു കമ്പനി സ്ഥാപിച്ചു, ഒരു ഇൻഡസ്ട്രി. അതിലെ എംപ്ലോയീസിൽ എണ്ണം 50 പേരുണ്ട്. ആ അടുത്തൊരു കമ്പനിയിൽ ഫസ്റ്റ് ഒരു കമ്പനി തുടങ്ങിയപ്പോ അതിൽ എത്ര പേരുണ്ട്? 50 പേര്. 1947 ഒരു കമ്പനി തുടങ്ങിയപ്പോ 50 പേര് വന്നു. ഈ 50 പേര് അവർക്ക് കൂലി കൊടുക്കണം. ഈ 50 പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് കൂലി കൊടുക്കണ്ടേ? അവർക്ക് കൂലി കൊടുക്കാനായിട്ട് പിന്നത്തെ വർഷം 47 കഴിഞ്ഞ 48 പിന്നത്തെ വർഷം ഒരു ആക്ട് വന്നു, വേജസ് ആക്ട്. പിന്നെ വന്ന ആക്ട് ഏതാ? വേജസ്, മിനിമം വേജസ് ആക്ട്. ഒരു മിനിമം ഇത്രയും കൂലി ഇത്രയും ഇവർക്ക് എന്നും പറഞ്ഞ് പിന്നത്തെ വർഷം ഒരു ആക്ട് വന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് അവര് വർക്കൊക്കെ ചെയ്യണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യണ്ട്. അവർക്കപ്പൊ എന്ത് കൊടുക്കണം? ഒരു പ്രോവിഡന്റ് ഫണ്ട് കൊടുക്കണം. അവർക്ക് എന്ത് കൊടുക്കണം? ഒരു പ്രോവിഡന്റ് ഫണ്ട് കൊടുക്കണം. അങ്ങനെ വേണ്ടിയിട്ട് അതിന്റെ ഒരു ആക്ട് 1952 നിലവിൽ വന്നു. 1952 പ്രോവിഡന്റ് ആക്ട് നിലവിൽ വന്നു. ഓക്കെ, അങ്ങനെ അതൊക്കെ നിലവിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പ്രോവിഡന്റ് ആക്ട് നിലവിൽ വന്നപ്പോ 20 പേര് വേണം. പ്രോവിഡന്റ് ആക്ട് വന്നു, പക്ഷെ അതിൽ എത്ര മെമ്പേഴ്സ് വേണം? 20 പേര് വേണം. ഈ പ്രൊവിഡന്റ് ആക്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇവരെ വർക്കൊക്കെ നല്ല സ്പീഡപ്പായി, നല്ല രീതിയിൽ ഇവർ വർക്ക് ചെയ്യണം. അപ്പോഴാണ് ഇവർക്ക് എന്ത് കൊടുത്തത്? ബോണസ് കൊടുക്കണം എന്ന് തോന്നി. അപ്പൊ ഇവർക്ക് 1965 ഒരു ബോണസ് ആക്ട് വന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു കഥ പറയണ പോലെ നിങ്ങൾക്ക് പറയണത് ഓർഡർ ഉണ്ടാവാനാ. ആദ്യം ഇൻഡസ്ട്രി വന്നു, അത് കഴിഞ്ഞിട്ട് കൂലി കൊടുക്കണം, വേജ് വന്നു, അത് കഴിഞ്ഞിട്ടാണ് ബോണസ് വന്നത്. അത് കഴിഞ്ഞിട്ട് പ്രൊവിഡന്റ് വന്നു. പ്രൊവിഡന്റ് കഴിഞ്ഞിട്ടാണ് ബോണസ്. അപ്പൊ പ്രൊവിഡന്റ് 52 അത് കഴിഞ്ഞിട്ട് ബോണസ് 1965 ബോണസ് കൊടുത്തു. ബോണസ് വെറുതെ കൊടുക്കാൻ പറ്റുമോ? 40 പേരെങ്കിലും ബോണസ് മേടിക്കാൻ ഉണ്ടായിരിക്കണം. ബോണസ് മേടിക്കാൻ എത്രയും പേരുണ്ടാവണം? 40 പേരെങ്കിലും ബോണസ് മേടിക്കാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ബോണസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി കമ്പനി നല്ല ലാഭത്തിൽ പോണു. അപ്പൊ കമ്പനിക്ക് തോന്നി ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കണം, ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അപ്പൊ ഗ്രാറ്റുവിറ്റി വന്നത് 1972 ഗ്രാറ്റുവിറ്റി വന്നു. ഓക്കെ, ആ ഗ്രാറ്റുവിറ്റി കൊടുക്കണമെങ്കിൽ എത്ര വേണം? 5 വർഷം കമ്പനിയിൽ ജോലി ചെയ്തവർ വേണം. 5 വർഷം കമ്പനിയിൽ ജോലി ചെയ്തവരെ നോക്കിയപ്പോ 10 എംപ്ലോയീസ് അവിടെ 5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഈ 10 എംപ്ലോയീസിന് അവര് ചെയ്തേക്കണ വർക്കിന്റെ ഒരു 15 ദിവസത്തെ കൂലി അവര് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ സിമ്പിൾ ആയിട്ട് തോന്നണ്ട? തോന്നില്ലേ? 1 year in case of death എന്ന് പറഞ്ഞു തരുമോ? ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു, ഗ്രാറ്റുവിറ്റി 15 ഡേയ്സ്. ആ ലൈനില് സൂപ്പർ ആനുവേഷൻ ഓഫ് ഡെത്ത് കണ്ട, അത് തന്നെ ഇവിടെ പറഞ്ഞേക്കണ 1 year in case of death. ഒരാള് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു, ആ ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ മരിച്ചുപോയി. ഓക്കെ, അയാൾ മരിച്ചു പോയാൽ 1 വർഷം അയാൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചു പോയാൽ ഇൻ കേസ് ഓഫ് ഡെത്ത് മരിച്ചാലും അയാൾക്ക് എന്ത് കൊടുക്കണം? ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അതാണ് ഈ ആക്ടിൽ പറയണത്. ഓക്കെ, 1 വർഷം അയാൾ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ അയാള് പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനെ ആയാലും അയാൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. 1 year in case of death. അങ്ങനെ മരിച്ചവർക്ക് മാത്രം 1 വർഷം, അല്ലാത്തവർക്ക് 5 വർഷം അവിടെ ജോലി ചെയ്യണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടാ? ഓക്കെ, എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയ? സംശയമൊന്നുമില്ലല്ലോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഈ നമ്പർ മാത്രം നോക്കണം, അതുപോലെ കൊല്ലം നോക്കണം. ഇപ്പൊ നമുക്ക് പഠിക്കാൻ 1, 2, 3, 4, 5 വർഷങ്ങളുള്ളൂ. ഈ 5 വർഷങ്ങള് നന്നായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പഠിച്ച് ഓർത്ത് വായു. ബാക്കി നമുക്ക് ഇനി കിടക്കേണ്ട വർഷങ്ങൾ കണ്ട. ഇനി എത്ര എണ്ണം കിടക്കണേ? ഇത്രേ ഉള്ളൂ. ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ആക്ടുകളാണ്. ഓക്കെ, എന്നാ ഇനി വേറെ ഒന്നുമില്ലല്ലോ? അതിന്റെ പേരിട്ടെ. ഓക്കെ, ഓക്കെ എന്നാ താങ്ക് യു. താങ്ക് യു മാം. വെൽക്കം.